2018 ജൂൺ 23-ന് 11-നും 16-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളും അവരുടെ 25 വയസ്സുള്ള കോച്ചും ഒരു ഫുട്ബോൾ പരിശീലനത്തിന് ശേഷം ചിയാങ് റായ് പ്രവിശ്യയിലെ താം ലുവാങ് നാങ് നോൺ ഗുഹയിൽ പ്രവേശിച്ചു. സംഘം ഗുഹയ്ക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയെങ്കിലും പെട്ടെന്നുള്ള കനത്ത മഴയിൽ ഇടുങ്ങിയ ഭാഗങ്ങളിൽ വെള്ളം കയറി പുറത്തേക്കുള്ള വഴി തടസ്സപ്പെട്ടതോടെ അവർ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങി. ഗുഹാമുഖത്തുനിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെ ആയിരുന്നു അവർ. ഭക്ഷണവും വെള്ളവും പരിമിതമായതോടെ സംഘം ഇരുട്ടിൽ കുടുങ്ങി. പുറം ലോകവുമായി യാതൊരു ആശയവിനിമയവുമില്ലാതെ ആൺകുട്ടികളും അവരുടെ പരിശീലകനും ജീവൻ ഭീഷണിയായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചു. സംഘത്തിന്റെ തിരോധാനം 10,000-ത്തിലധികം ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തനത്തിലേക്ക് നയിച്ചു. സംഘത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ജലനിരപ്പ് ഉയരുന്നതും ശക്തമായ ഒഴുക്കും മൂലം തടസ്സപ്പെട്ടു. ഇടുങ്ങിയതും ഇരുണ്ടതും വെള്ളപ്പൊക്കമുള്ളതുമായ പാതകൾ നാവിഗേഷനെ അങ്ങേയറ്റം അപകടകരമാക്കി. ശക്തമായ പ്രവാഹവും കുറഞ്ഞ ദൃശ്യപരതയും ഡൈവിംഗ് വിദഗ്ധർക്ക് ബുദ്ധിമുട്ട് വർദ്ധിപ്പിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ ഗുഹയിലെ ഓക്സിജന്റെ അളവ് അപകടകരമാം വിധം താഴ്ന്നു. 9 ദിവസത്തെ തീവ്രമായ തിരച്ചിലിന് ശേഷം ബ്രിട്ടീഷ് കേവേഴ്സിലെ ഡൈവിംഗ് വിദഗ്ധരായ ജോൺ വോളാന്തനും റിക്കി സ്റ്റാൻഡണും 2018 ജൂലൈ 2-ന് ഉയർന്നുവരുന്ന വെള്ളത്തിന് മുകളിലുള്ള ഒരു ചെറിയ വരമ്പിൽ ഇരിക്കുന്ന ആൺകുട്ടികളെയും അവരുടെ കോച്ചിനെയും ജീവനോടെ കണ്ടെത്തി. എങ്കിലും അവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്ന വെല്ലുവിളി അവശേഷിച്ചു. ഗ്രൂപ്പിനെ പുറത്തു കൊണ്ടുവരാനുള്ള വിവിധ ഓപ്ഷനുകൾ റെസ്ക്യൂ ഓർഗനൈസർമാർ ചർച്ച ചെയ്തു. അവരെ അടിസ്ഥാന അണ്ടർവാട്ടർ ഡൈവിംഗ് കഴിവുകൾ പഠിപ്പിക്കുക, ഗുഹയിലേക്കുള്ള ഒരു പുതിയ പ്രവേശന കവാടം കണ്ടെത്തുകയോ തുളയ്ക്കുകയോ ചെയ്യുന്നതുവരെ കാത്തിരിക്കുക. അവർ ഗുഹയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് തുടരുകയും ജൂലൈ 11-ന് സംഭവിക്കാനിടയുള്ള അടുത്ത മൺസൂൺ മഴയ്ക്ക് മുമ്പ് ആൺകുട്ടികളെ രക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തന പദ്ധതി വളരെ സങ്കീർണവും അപകടകരവുമായിരുന്നു. വെള്ളത്തിനടിയിൽ പോകുന്ന സമയത്ത് പരിഭ്രാന്തരാകാതിരിക്കാൻ ഓരോ ആൺകുട്ടിക്കും നേരിയ അനസ്തെറ്റിക് നൽകി. വെള്ളത്തിന്റെ അടിയിലൂടെ പോകുന്ന ഭാഗങ്ങളിൽ ഓരോ കുട്ടിയെ ഡൈവർമാരുമായി സ്ട്രാപ്പ് ചെയ്തു. ഡൈവിംഗ് ലൈനുകൾ ഇരുട്ടിലൂടെ ഡൈവേഴ്സിനെ നയിച്ചു. രക്ഷാപ്രവർത്തകർ ആൺകുട്ടികളുടെ ഓക്സിജൻ മാസ്ക് കേടുകൂടാതെ ഇടുങ്ങിയ വളച്ചൊടിച്ച വഴികളിലൂടെ അവരെ സേഫ് ആയി നാവിഗേറ്റ് ചെയ്തു. വെള്ളപ്പൊക്കമുള്ള ഭാഗത്തിനു ശേഷം അവർ ഡൈവേഴ്സ് ഓപ്പറേഷൻ ബേസ് എത്തിയപ്പോൾ ആൺകുട്ടികളെ സ്ട്രെച്ചറുകളിലാക്കി കയറ്റി അല്ലെങ്കിൽ കയറുകളിലൂടെ വലിച്ചു കയറ്റി. കേവ് എൻട്രാൻസിലേക്ക് ഓരോ യാത്രയും മണിക്കൂറുകളെടുത്തു. ജൂലൈ 8 മുതൽ 10 വരെ 3 ദിവസങ്ങളിലായി റെസ്ക്യൂ വിദഗ്ധർ ആൺകുട്ടികളെ ഓരോരുത്തരെയായി എത്തിച്ചു. 12 ആൺകുട്ടികളെയും അവരുടെ പരിശീലകനെയും വിജയകരമായി രക്ഷപ്പെടുത്തി.